സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തു. ഈ രാത്രികാലം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന്റെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും കടന്നു വന്ന ഏവർക്കും യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മള് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ചിന്തിച്ചു. അതിനകത്തില് ഒരു പ്രാവശ്യം കൂടെ ആ 2-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഇംഗ്ലീഷിൽ കർത്താദാസിനെ ഒന്ന് വായിച്ചാട്ടെ. Looking unto Jesus, the author and finisher of our faith. Looking unto Jesus, the author and the finisher of our faith. നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചിലർ കേട്ടിട്ടില്ല, അവർക്ക് വേണ്ടി മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ഒരു കുഴപ്പമില്ല. കാരണം ഇത് മനസ്സിലാകാത്ത വലിയൊരു ഘടകമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സകല മാനവരാശിക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസമല്ല ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അതാദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് മലയാളത്തിലുള്ളപ്പം നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിപ്പുകാരൻ അല്ലെ മാനേജർ എന്നൊക്കെ വരത്തുള്ളൂ. അപ്പൊ അവന്റെ സ്വന്തമല്ല. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ ജീസസ് ദ ഓഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രചയിതാവ്, ക്രിയേറ്റർ, ഹിസ് ഓൺ, അവൻ്റെതാണ്, സ്വന്തമാണ്. അപ്പൊ വിശ്വാസം യേശുവിന്റെ സ്വന്തമാണ്. അതാണ് എബ്രായ ലേഖനത്തിലൂടെ ഗലാത്യ ലേഖനത്തിലൂടെ ഞാൻ നിങ്ങളോട് അത് കാണിച്ചു തന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് തിരിയാനായിട്ട് പോവുകയാണ്. ഗലാത്യ ലേഖനത്തിലേക്ക് വന്നാണ്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഈ വിശ്വാസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കണ്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിക്ക് ചെയ്യും. അതിന്റെ 23-ാമത്തെ വാക്യം, വിശ്വാസം വരും മുൻപ് നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. ഓക്കെ, വിശ്വാസം വരും മുമ്പേ. അപ്പോൾ വരണമായിരുന്നു. വിശ്വാസം എന്ന് പറയുന്ന ഒന്ന് വരണമായിരുന്നു. വിശ്വാസം വരും മുമ്പേ നമ്മളിൽ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം വന്ന് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു, പ്രമാണങ്ങളുടെ കീഴിലായിരുന്നു, നിയമത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ വിശ്വാസം നമുക്ക് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം, അത് വരണമായിരുന്നു. ഇനി അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. വിശ്വാസം വന്ന ശേഷമോ? അപ്പോ എപ്പോഴാണ് വിശ്വാസം വന്നത്? എന്ന് നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോഴാണ് വിശ്വാസം വരുന്നത്. ഹലോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. യേശു നിന്റെ രക്ഷകനായി കർത്താവായി, ഞാന് ഉദാഹരണം പറഞ്ഞുതരാം. ഞാന് ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഷെഫ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്കെല്ലാം അറിയാം. അതിനകത്തിന് ഇപ്പം കുക്കിംഗ് ഒക്കെ ഒത്തിരി ഉള്ളതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ അറിയാം. എന്നാൽ അതിന്റെ അറിയത്തക്ക രീതിയിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. എക്സിക്യൂട്ടീവ് ഷെഫ്, ഷൂ ഷെഫ്, ഷെഫ് ഡി പാർട്ടി, പിന്നെ ഫസ്റ്റ് കോമി, സെക്കൻഡ് കോമി, തേർഡ് കോമി, ഇങ്ങനെ കിടക്കും. അപ്പം ഈ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള ആളാണ്.
അതിന്റെ താഴെയുള്ളതാണ് ഷൂ ഷെഫ്. പിന്നെ ഷെഫ് ഡി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർവൈസർ പൊസിഷനിലേക്ക് വരും. പിന്നെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ താഴോട്ട് വരും. അപ്പം എന്തിനാണ് ഞാൻ അത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഷെഫായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ രാജാവായിരുന്നു. വീട്ടിൽ ഞാനായിരുന്നു മുഴുവനും. അപ്പം എൻ്റെ മുകളിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്നെ ഷേർലി എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ കുഞ്ഞുങ്ങൾ മോനിച്ചാനെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വഴക്ക് പറഞ്ഞ് അടിച്ചനുസരിപ്പിക്കാൻ പറ്റത്തില്ല ആരെയും. അനുസരിക്കണം, അതിനെന്ത് ചെയ്യണം? അതിന് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊസിഷൻ അനുസരിച്ച് ചിന്തിച്ചു. അപ്പം ഇപ്പം അതിനകത്തിന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അത് എൻ്റെ മുകളിലുള്ള ആളെ ഞാൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കീഴെയുള്ള ആൾക്കാർ എന്നെ അനുസരിക്കത്തില്ല. ഇതാണ് സിസ്റ്റം. അപ്പൊ എൻ്റെ മുകളിലുള്ള ആളെ ഞാൻ അനുസരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കീഴെയുള്ള ആൾ എനിക്ക് അനുസരിക്കും. അപ്പൊ എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താ? എൻ്റെ മുകളിൽ എനിക്ക് ആരുമില്ല, എന്നെ നടത്താൻ ആരുമില്ല, എനിക്ക് ആരോടും അഭിപ്രായം ചോദിക്കണ്ട. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കീഴെയുള്ളവർ എന്നെ അനുസരിക്കത്തില്ല. അപ്പൊ എന്നെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ അനുസരിക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാണ് യേശുവിനെ കർത്താവ് ലോഡായിട്ട് സ്വീകരിച്ചത്. ഇതെല്ലാം പ്രാക്ടിക്കൽ വേയിലാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. അതിനു മുമ്പേ ഞാൻ ക്രിസ്ത്യാനി അല്ലായിരുന്നു. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമില്ല. 7 വർഷം ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു എൻ്റെ കർത്താവാകണം. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ്ഷിപ്പ്, എൻ്റെ മുകളിലുള്ള ആളായിരിക്കണം, എന്നെ കർത്തൃത്വം നടത്തുന്ന ആളായിരിക്കണം. അത് കാരണം ഇപ്പൊ എന്താണ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മകൻ ഇപ്പൊ 35 വയസ്സുണ്ട്, എന്ന് പറഞ്ഞാലും അനുസരിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പപ്പ യു ആർ 70, ഐ എം 35, ഹാഫ് ഇയർ പപ്പയുടെ പകുതി വർഷം ജീവിതമുണ്ട് എനിക്ക്. എൻ്റെ കുഞ്ഞുങ്ങള് എന്നെ അനുസരിക്കണം എന്ന നിർബന്ധം എനിക്കുണ്ട്. അവരെ അനുസരിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്താണ് പറ്റുന്നത്? ഞാൻ കർത്താവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കും. ഇതാണ് ഇതിന്റെ സിസ്റ്റം, ലോകത്തിന്റെ സിസ്റ്റം, ദൈവത്തിന്റെ സിസ്റ്റം. ഞാൻ കർത്താവിനെ സ്നേഹിച്ചാൽ എൻ്റെ സ്നേഹം ഫ്ലോ ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കും. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരണം. അപ്പോ വിശ്വാസം നമ്മുടേതല്ല, കർത്താവിന്റെയാണ്. ഇനി നിങ്ങൾ 3-ാം 4-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, പാപത്തിന് നമ്മൾ എതിർത്ത് നിൽക്കണം. പാപത്തിന്റെ ചിന്തകള് എല്ലാ മനുഷ്യർക്കും വരും. മനുഷ്യനാണോ ചിന്ത വരും. അതിനോട് നമ്മൾ എതിർത്ത് നിൽക്കാനായിട്ട് പഠിക്കണം. അതൊരു വലിയ ശത്രുവാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ പാപമാണ്. കാരണം നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്കൊരു മനസ്സുണ്ട്. ആ മനസ്സും ശരീരവും പറയുന്നു. ഉദാഹരണം ഞാനിപ്പോ പറയാം, വേറൊരു രീതി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും ഞാൻ പണ്ട് പഴം കഴിക്കത്തേ ഇല്ലായിരുന്നു. എൻ്റെ യൗവനത്തിൽ ഞാൻ പഴം കഴിക്കത്തേ ഇല്ലായിരുന്നു. ഒറ്റ പഴം പോലും ഞാൻ തിന്നിട്ടില്ല. പഴം ചെറുപ്പത്തിലെങ്ങനെ തിന്നിട്ടുള്ളതേ ഉള്ളൂ. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, ഈ 10-26 വർഷം ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. ഫ്രൂട്ട്സ് ഞാൻ തിന്നത്തേ ഇല്ല, മധുരം തിന്നത്തില്ലായിരുന്നു.
ഒരു മധുരവും കഴിക്കത്തില്ലായിരുന്നു. മധുര പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല, ഒരു സ്വീറ്റ്സും കഴിക്കത്തില്ല. ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് 2 നേരം മാത്രമേ കഴിക്കത്തുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ. എന്റെ എനിക്ക് കുടവയറും ചാടിയിട്ടില്ല, ഒന്നുമില്ല. നല്ല ആരോഗ്യമുള്ളവനായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഹോട്ടൽ ഇൻഡസ്ട്രി വിട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഇഷ്ടം പോലെ കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പഴം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പഴം കഴിക്കണം. അപ്പം പഴമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം പറയും എനിക്ക് പഴം വേണം, പഴം വേണം, പഴം കൊണ്ടുപോകാന്ന് പറയും. അപ്പം ഞാൻ പഴം വാങ്ങാനായിട്ട് പോയി പഴം വാങ്ങിച്ചുകൊണ്ട് വരും, ശരീരത്തിനെ സന്തോഷിപ്പിക്കും. എന്തിനാ? എൻ്റെ മനസ്സിലോട് പറയും നീ പോയി പഴം വാങ്ങിച്ചുകൊണ്ട് പോവാ, പഴം വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പം പിന്നെ ഇപ്പം പണ്ട് കേക്ക് ഒന്നും തിന്നത്തില്ല. ഇപ്പൊ ഷേർലിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു എനിക്ക് വേണ്ടി മാത്രമേ തിന്നാനായിട്ട്. എന്താ ശരീരം പറയുന്നു നിനക്കൊരു കേക്കിന്റെ പീസ് നിനക്ക് വല്ലപ്പോഴും ഒക്കെ തിന്നണം. അപ്പം എന്ന് പറഞ്ഞ മാതിരി ശരീരം നമ്മളോട് പറയും പാപത്തിന്റെ കാര്യങ്ങൾ. അപ്പം പാപത്തോട് എതിർത്ത് നിൽക്കണം. എന്നിട്ട് പറയാണ് 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പം ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്ഷീണിക്കും, മടുത്തു പോകും. മതി, ജീവിതം എനിക്ക് മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്തു പറ്റി? മടുത്തു. എന്റെ സാറേ മടുത്തു, കർത്താവിന് ഞാൻ മടുത്തു, എനിക്ക് വയ്യ ഇനിങ്ങനെ ജീവിക്കാൻ. അങ്ങനെ മടുപ്പുണ്ടാകുന്നുണ്ട്, പ്രയാസം ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ഞാൻ പറയുന്ന ഒരു കാര്യവും നടക്കുന്നില്ല, ഉദ്ദേശിക്കുന്നതെല്ലാം തെറ്റിപ്പോകുന്നു, മടുത്തു. അപ്പൊ ആരെ ധ്യാനിക്കണം? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. പാവിനെ ധ്യാനിക്കാനായിട്ട് പഠിക്കണം. യേശു എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്റെ പരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്തു. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തു വെക്കണം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, ഞാൻ ഇന്നും ഇപ്പം ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പേ വെള്ളം ഒഴിക്കാനായിട്ട്, വേറൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് എനിക്ക് അരമണിക്കൂർ കിട്ടിയുണ്ട്, ഓടിപ്പോയി വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ബാക്ക് യാർഡില് വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലത്ത് കുറച്ച് പുല്ലരി ഇട്ടിട്ടുണ്ട്. അത് കിളുത്ത് വരണം. അപ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തില് ഒരു മനുഷ്യൻ എൻ്റെ വീടിന്റെ മുന്നേ കൊണ്ടുവന്നിട്ട് വണ്ടി നടത്തി. അത് ഇത് ചെയ്യുന്ന മനുഷ്യനാണ്, എന്താണ് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ അവനെ ഈ ഭാഗത്തേക്ക് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നോട് ചോദിച്ചു, ഡു യു നീഡ് എനി ഹെൽപ്പ്? ഞാൻ അവിടെ കുറച്ച് മണ്ണ് വാരിയിടുകയും വെച്ച് ഞാൻ പറഞ്ഞു നോ, ഫൈൻ. അന്നേരം പിന്നെ അയാൾ മുന്നോട്ട് എടുത്തോണ്ട് ഞാൻ ഹോൾഡാണ് പറഞ്ഞ് ഞാൻ അയാളെ വിളിച്ചു. ഞാൻ പുറകെ ആ ബാക്കിയാടി കൊണ്ടുപോയി. അപ്പം ഞാൻ പുല്ലരി ഇട്ടുകൊണ്ടിരിക്കുന്ന മണ്ണിട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എന്നെ കണ്ടു. അയാളൊരു എമൗണ്ട് പറഞ്ഞു, പക്ഷെ അത് ഞാൻ സമ്മതിച്ചില്ല. അന്നേരം എന്നോട് പറഞ്ഞു, നീ ഈ അരി ഇട്ടാൽ അത് പറവകളെല്ലാം വന്നെടുത്തുകൊണ്ട് പോകും. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ചെന്നിട്ട് ഇന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ നമ്മുടെ നിരത്തണം, എന്നിട്ട് വെള്ളം ഒഴിക്കണം, രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ചാൽ മതി, അത് കിളത്ത് വന്നോളൂ എന്നെല്ലാം പറഞ്ഞാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് വെളിയിൽ പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, നിന്റെ ഇരിക്കുന്ന ഒരു വീലിന്റെ വീൽഭാരമാണ്, ഞാൻ 2 വീലിന്റെ വീൽഭാരം തരാം. ഞാൻ അയാളുടെ വണ്ടിയെ നോക്കേണ്ട ഒരു വീൽഭാരവും അതിനകത്തിലും കേട്ടില്ല. അപ്പോഴത്തേക്ക് വേറൊരു വണ്ടി അവിടെ വന്നിരിക്കുന്നു, അതിനെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇയാൾ വേറെ കാലിലോട്ടങ്ങ് പോയി. ഞാൻ മൈക്കാടിലോട്ട് പോകുന്നു. പിന്നെയും അയാൾ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്ന് മണ്ണെടുക്കാനായിട്ട് വന്നുകൊണ്ട് വീൽബാരോ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അന്നേരം പറഞ്ഞു, നിന്റെ ഇരിക്കുന്ന ഈ ഷവല് കോൺ ടൈപ്പിലുള്ളതാണ്, ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ളത് സ്ക്വയറിനുള്ള ഷവല് തരാം എന്ന് പറഞ്ഞാൽ ആ ഷവൽ തന്നിട്ട് പറഞ്ഞു, നീ ജോലി കഴിഞ്ഞിട്ട് ഇവിടോട്ട് നിന്റെ ഫെൻസിനോട്ട് മാറ്റി വെച്ചാൽ മതിയെന്ന്. ഞാൻ
ഇന്ന് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യൻ ആരാ ഈ മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത്? ദൈവം തന്റെ ദൂതനെ അയക്കുന്നത് പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി വന്നു. അയാൾ അങ്ങോട്ട് പോയി. ഞാൻ 2 പ്രാവശ്യം മണ്ണിട്ടത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുന്നത് എൻ്റെ വീടിന്റെ മുന്നിൽ റോഡിന്റെ അപ്പുറത്ത് ഒരു അപ്പച്ചനും ഇരിക്കുന്നു, ഒരു ഒരു അധികം പ്രായമുള്ള 10-40 വയസ്സുള്ള ഒരു മനുഷ്യനും അവിടെ നിൽക്കുന്നു. അപ്പച്ചൻ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ അപ്പച്ചൻ്റെ ഒക്കെ ചെന്ന് ചോദിച്ചു, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. ഒക്കെ ഞാൻ നടക്കാൻ പോയതെന്നത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരനും വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ 3 പേരാരായിരുന്നു എന്ന്. എനിക്കെന്തും കാരണം ഞാൻ ഒരിക്കലും ഇവിടെ കണ്ടിട്ടില്ല ഈ 3 പേര്. 5-8 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. 5-6 വർഷമായി, 8 വർഷത്തോളമായി. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കണം, ദൈവം തന്റെ പ്രവർത്തിക്ക് വേണ്ടി നമ്മളെ അയക്കും. അപ്പോൾ ആരെങ്കിലും അയക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ ആരെ ധ്യാനിച്ചാൽ മതി? കർത്താവിനെ ധ്യാനിച്ചാൽ മതി. ഉള്ളിൽ മടുത്തു പോകരുത്. ഞാൻ ഈ ജോലി ചെയ്ത് മടുത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ആരെ ധ്യാനിച്ചാൽ മതി? കർത്താവിനെ ധ്യാനിച്ചാൽ മതി. കർത്താവ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും, നമ്മളെ സഹായിക്കും. നമുക്ക് വേണ്ടി ഒരു സഹായകനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപത്തോട് എതിർത്ത് നിൽക്കണം. പാപത്തോട്, അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ, 4ാമത്തെ വാക്യം കർത്താവിന്റെ. You have not yet resisted to bloodshed, striving against sin. ഈ സിന്നിന് you are not resisted unto the blood, stirring against sin. ഈ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റെസിസ്റ്റ് ചെയ്യാൻ ഒരു പവർ തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് റെസിസ്റ്റ് ചെയ്യാൻ ഒരു പവർ ദൈവം തന്നിട്ടുണ്ട്. ചിലതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണം. ആ എതിർത്ത് നിൽക്കുക എന്നുള്ളത്, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതാണ് കയ്യിനോട് ദൈവം പറഞ്ഞത്, നീ അതിനോട്, പാപം നിന്റെ വാതുക്കൽ നിൽക്കുന്നു, നീ അതിനെ ജയിക്കണം. പാപം നിന്റെ വാതുക്കൽ കിടക്കുക, നീ അതിനെ ജയിക്കണം. നമ്മൾ ജയിച്ചേ പറ്റുകയുള്ളൂ. നമ്മളൊക്കെ ഒരു നല്ല ജീവിതം, കാരണം ആ യേശുവിനെ ഓർത്തെങ്കിൽ മാത്രമേ, ധ്യാനിച്ചെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. പലതിനെയും ജയിക്കാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? എന്താണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലരും വിചാരിക്കുന്നത് സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മളങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, സ്വർഗത്തിൽ ചെന്ന് ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നും ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം. അതിന്റെ 2ാമത്തെ വാക്യത്തിനകത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, എന്നിട്ട് പറഞ്ഞത് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. എന്തായിരുന്നു ആ സന്തോഷം? ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്നതായിരുന്നു യേശുവിന്റെ സന്തോഷം. ഓർത്തിട്ട് തനിക്കുള്ള അപമാനം, അവന് വന്ന അപമാനവും നേരിട്ട ക്രൂശിനെയും അലക്ഷ്യമാക്കി അതിനെ സഹിച്ചു. അപ്പൊ ചിലതിനെ സഹിക്കാനും, ചിലതിനെ നമ്മൾ പൊറുക്കാനും, ചിലതിനെ റെസിസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടിയാണ്? വാട്ട് ഈസ് വൺ പർപ്പസ്? ഒന്നുകിൽ നമ്മൾ നിത്യ നരകത്തിൽ പോകും, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ വാഴും. എന്താണ് കർത്താവിനോട് കൂടെ ചെന്നാലുള്ള ഗുണം? അതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്.
ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീനെന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം എന്ന് കൽപ്പിച്ചു. നിങ്ങൾ അത് ഹോൾഡ് ചെയ്തോണം. വേറെ ഒരു കാര്യം കൂടെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിനകത്ത് ഒരു ധനികനായ മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, നല്ല ഗുരു, എനിക്ക് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ സ്റ്റോറി ഒന്നും വലുതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഈ പറഞ്ഞ കാര്യം. അത് അറിയത്തില്ലയോ? അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇനി അതിന്റെ താഴോട്ട് വായിച്ചാട്ടെ, 26 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ നിർത്തിക്കാട്ടെ. യേശു പറയുകയാണ്, പത്രോസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ പാപത്തോട് റെസിസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചാൽ എന്ത് കിട്ടും? എല്ലാവർക്കും കിട്ടണമെന്നൊരാഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. യേശുവിനും കിട്ടണം. എന്ത് കിട്ടണം? മഹത്വം കിട്ടണം. ഇനി ശ്രദ്ധിച്ചു, ഇവിടെ എന്നാലും യേശു എന്താ പറഞ്ഞത്? എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ, ആരാ? ശിഷ്യന്മാര്. പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ 12നെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ന്യായം വിധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര ഇരുന്നുകൊണ്ട് നീ ഈ കോടതി വിധി നടത്തുന്നെന്ന് മാത്രമൊന്നുമല്ല അതിന്റെ അർത്ഥം. ആ ജനത്തെ ഭരിച്ച് നടത്തണം. 12 ഗോത്രങ്ങളെ ഭരിച്ച് നടത്തണം. അതാരാ ചെയ്യാൻ പോകുന്നത്? 12 ഗോത്രപിതാക്കന്മാരല്ല, 12 ശിഷ്യന്മാരാണ്. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. 12 ഗോത്രങ്ങളെ. അപ്പം നമുക്കെന്തോ കിട്ടും? നമുക്കറിയണ്ടേ? അവർക്ക് 12 ഗോത്രം കൊടുത്തു, നമുക്കെന്തോ കിട്ടും? അടുത്തിരിക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചാട്ട്, നീ ദൈവത്തെ അനുഗമിച്ചാൽ നിനക്കെന്തോ കിട്ടും? നമുക്ക് ഫലം കിട്ടണ്ടേ? അതും അറിയണം. അതിനാണ് നമ്മളിപ്പോ വായിച്ചത് ലൂക്കോസ് 19. മത്തായിലുമുണ്ട് 12. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് പോയി. അതാണ് യേശു. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി തൂക്കി കൊടുത്തു. ആ തൂക്കത്തിനെയാണ് താലന്ത് എന്ന് പറയുന്നത്. അല്ലാത്ത താലന്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കഴിവിനെ അല്ല. അത് കഴിവിനെ വിളിക്കുന്ന ടാലന്റ് എന്ന് പറയുന്നത് അത് വേറൊന്നു തന്നെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ തൂക്കത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തോണം. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുകയും എന്ന് അവരോട് പറഞ്ഞു.
അവന്റെ പൗരന്മാർ അവനെ പകച്ചു. അതാരാണ് പകച്ചത്? അതിനകത്തിൽ 10 പേരിൽ 7 പേര് അവൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കുന്നത് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അതെങ്ങനെ അവർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു എനിക്ക് കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നില്ല, എനിക്ക് നീ രാജാവല്ല, അത്രേ ഉള്ളൂ. 10ൽ 7 പേര് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? ഇനി അതിനകത്തുനിന്ന് 2 പേരെ ചെയ്യുന്നുള്ളൂ. അതിനകത്തിൽ ആദ്യത്തവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ യേശു അപ്പോൾ ഇനി എന്ത് ചെയ്യും? പുത്രൻ ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്തിരിക്കുകയാണ്. ഇനി അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. യേശുവിന്റെ മടങ്ങി വരവുണ്ട്. മടങ്ങി വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആൾക്കാരെ വിളിച്ചു. 1-ാമത്തവൻ അടുത്ത് വന്നു. നീ തന്ന റാത്തൽ കൊണ്ട് 10 സവത്ത് സമ്പാദിച്ചിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. അവനോട് പറഞ്ഞ എന്താന്ന് വായിച്ചാട്ടെ, 17-ാമത്തെ വാക്യം. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാന്ന് കൽപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ 2-ാമത്തെ വരവിൽ അവൻ എത്ര പട്ടണം ഭരിക്കാൻ കിട്ടി? 10 കിട്ടി. 10 കിട്ടിയോ? 10 പട്ടണം കിട്ടിയോ? 10, 10, 20. 10, 10, 20. എന്ത് 10, 10, 20? 10. അവൻ 10 റാത്തൽ സമ്പാദിച്ചെന്നല്ല ഉള്ളോ? അതെ. അതിന് അവനോട് എന്താ പറഞ്ഞ? നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു. നീ പണത്തിന്റെ കാര്യത്തിൽ നീ വിശ്വസ്തൻ ആയിരുന്നു. നീ 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന്. അപ്പൊ അവനിപ്പോ എത്ര പട്ടണം കൊടുത്തു? 10 പട്ടണം. ഡാളസ് ഒരു പട്ടണമാണ് അല്ലയോ? ഒരു വലിയ പട്ടണമാണ്. ഗാർലൻഡ് ഒരു പട്ടണമാണ്. മസ്കീറ്റ് വേറൊരു പട്ടണമാണ്. സണ്ണിവിൽ വേറൊരു പട്ടണമാണ്. റോളറ്റ് വേറൊരു പട്ടണമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഗാർലൻഡ്. പ്ലാനോ, റിച്ചാർഡ്സൺ, ഇങ്ങനെ പലതും കിടക്കുന്നു. ഗാർലൻഡിലുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിനകത്തിലെ 10 പട്ടണം ഒരാൾക്ക് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവിടുത്തെ വലിയ ആണോ? മേയറല്ലയോ? ഇസ്രായേൽ മക്കൾക്ക് ഓരോ ഗോത്രങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇവന് 10 പട്ടണം കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തോ കിട്ടും കർത്താവിന്റെ 2-ാമത്തെ വരവ്? എന്നെ കേൾക്കുമ്പോ ഓരോരുത്തരും സ്വർഗത്തിലല്ല പോകുന്നത്. സ്വർഗം താഴേക്ക് വരാൻ പോവുകയാണ്. യേശു ജെറുസലേമിൽ ഇരുന്ന് വാഴാൻ പോവുകയാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ. അവൻ ഒലിവുമലയിൽ കാൽ ചവിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഒലിവുമല 2ആയി പിളർന്നു പോകും. ഇതും നല്ലതുപോലെ അറിയാം. യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. 1000 വർഷം. അതാണ് മിലനിയൽ കിങ്ഡം. 1000 ആണ്ട് വാഴ്ച. അങ്ങനെ വാഴുന്ന അവസരത്തിൽ അതാണ് സ്വർഗം താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് കൂടിയാണ് വാഴാൻ പോകുന്നത്, കർത്താവിനോട് കൂടിയാണ് ഇരിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മളെ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചത്. അവന്റെ കിങ്ഡം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് കിങ്ഡത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഭരണഘടന എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആ ഭരണഘടന ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭൂമിയിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാക്ടിക്കൽ ടൈമാണ്. ഇവിടെ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അവിടെ അധികത്തിന് വിചാരകനാക്കി വെക്കും. ഇനി താഴോട്ട് വായിച്ചാട്ടോ. അങ്ങനെ ചേരാതെ പോയവർക്ക് എന്തോ കിട്ടുമെന്ന് നോക്കാം. 2-ാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ 5 പട്ടണത്തിന് മേൽ വിചാരകനായിരിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പൊ പാപത്തോട് എതിർത്ത് നിന്ന് കർത്താവിനോട് ചേർന്ന് നിന്നാൽ പ്രയോജനമുണ്ടോ ദോഷമാണെന്നുള്ളത്? പ്രയോജനം. കർത്താവിനോടുകൂടി വാഴാം. ഇല്ലെങ്കിൽ നിത്യ നരകത്തിൽ ചെന്ന്
നരകയാതന അനുഭവിക്കാം. അതെ, അടുത്തത് ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാണ്, സമയമില്ലാത്തത്. അവന് 5 പട്ടണം കൊടുക്കുന്നു. മറ്റവൻ അടുത്ത് വന്നു, കർത്താവെ, നീ തന്ന റാത്തൽ ഉറുമാലിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു. കർത്താവെ, നിനക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന് ഞാൻ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുന്നു. അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. എനിക്ക് കഴിയാത്ത ഒന്നുമില്ല എന്ന് നീ അറിയാമല്ലോ. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഞാൻ വിതയ്ക്കാത്തത് നിന്ന് എടുക്കുകയും വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിയുന്നു. വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നീ അറിയുന്നുവല്ലോ. ഞാൻ വന്ന എന്റെ ദ്രവ്യം പലിശയോട് വാങ്ങേണ്ടതിന് നാണ്യവിടത്തിൽ ഏൽപ്പിക്കാഞ്ഞതെന്ന്. പിന്നെ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവന്റെ മക്കളിൽ നിർത്ത് 10 റാത്തലിനോട് കൊടുപ്പീൻ. കർത്താവെ, അവന് 10 ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടി എടുത്തു കളയുമെന്ന് പറഞ്ഞു. എന്നാൽ താൻ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറഞ്ഞ ശത്രുക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. അവരെ എന്നാ ശത്രുക്കൾ, അവരെ എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീൻ എന്ന് കൽപ്പിച്ചു. അവരാണ് നിത്യ നരകത്തിലേക്ക് പോകുന്നത്, രാജാവായിട്ടിരിക്കാതെ. അതുകൊണ്ടാണ് ഈ ദോഷം സഹിച്ചവനെ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഉള്ളിൽ മടുക്കാതിരിപ്പാൻ പാപികളാൽ നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. എന്തിനാ ധ്യാനിക്കേണ്ടത്? കർത്താവ് വരുമ്പോൾ എനിക്കും പ്രതിഫലമുണ്ട്, അവനോടുകൂടെ വാഴുവാൻ. ദൈവം അനുവദിച്ചാല് ഞാനിവിടെ നിർത്തുകയാണ്. നാളെ കർത്താവിന്റെ ശിക്ഷയെപ്പറ്റി, ബാലശിക്ഷയെപ്പറ്റി പഠിക്കാനായിട്ട് പോവുകയാണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങളെല്ലാവരും തക്ക സമയത്ത് കയറി വരണം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. രാത്രികാലവും ദാസന്റെ കൂടെ കൽപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആഴമേറിയ ഒരു വിഷയമാണല്ലോ നമ്മൾ എബ്രായ ലേഖനം 12 നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം അതെങ്ങനെ ഓടണം എന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിന്തിച്ചത് ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവിൻ. മാത്രമല്ല, പാപത്തോട് പോരാടുന്നതില് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. സ്തോത്രം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് ആ വിശ്വാസത്തിന്റെ ഓട്ടം അത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. നമ്മളത് ഓടിയേ മതിയാകൂ. നമുക്കവിടെ ഓപ്ഷൻ ഇല്ല. നമ്മളത് ഓടണം. അതെങ്ങനെ ഓടണം എന്നാണല്ലോ തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ തന്നെ അതിന് വേണ്ടതായ എല്ലാ സഹായവും നമുക്ക് ഉണ്ട്. സ്തോത്രം. ആമേൻ. നമുക്ക് ഈ ദിവസങ്ങളില് ആമേൻ അങ്ങനെ തന്നെ ഓടാം. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാനായി, സകലഭാരവും മൃഗപ്പറ്റുന്ന പാപവും എല്ലാം വിട്ടുകൊണ്ട് ഓടുവാനായിട്ട് ക്ഷീണിച്ചു പോകുമ്പോൾ നമുക്ക് ധ്യാനിപ്പാൻ ഒരുവനുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി എക്സാമ്പിളായിട്ട് ഒരുവനുണ്ട്. സ്തോത്രം. നമുക്ക് അവനെ ധ്യാനിക്കാം, ചിന്തിക്കാം, ആ ഓട്ടം സ്ഥിരതയോട് ഓടുവാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി വീണ്ടും നമുക്ക്